ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാക്കിയൊക്കെ കിടത്തിയിരിക്കുകയാണ്. ബസ് ബോർഡിനകത്ത് ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോവുകയാണ്. എപ്പോഴും കയ്യിൽ പിടിച്ചിട്ടായിരുന്നു പോയത്. ഇന്ന് അവൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ലായിരുന്നു. അത് കാരണം കിടത്തി, പിന്നെ വണ്ടിയിലൊക്കെ ഇരുന്ന് കുടുങ്ങുകയൊക്കെ ചെയ്യുമല്ലോ, അത് കാരണം അപ്പോഴത്തേ നമ്മൾ കുഞ്ഞാപ്പനെയും കൊണ്ട് പോകുമ്പോഴേക്കും പാവം കറമ്പെന്തേ പുറകെ നടക്കുക, വിടുന്നില്ല എന്നെ. കണ്ട, എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. പിന്നെ പെട്ടെന്ന് ഓടി അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു. അവൻ പുറകെ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അവൻ പോകത്തില്ല, അവിടെ തന്നെ നിൽക്കുക. ഞങ്ങൾ പിന്നെയും ഓടിച്ചു വിട്ടു. വഴക്ക് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയി. ഞങ്ങൾ പോവും, അവനെ കൊണ്ടുപോയാലെന്ന് മനസ്സിലായപ്പോഴാണ് ആൾ തിരിച്ചു പോയത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വന്ന് വണ്ടിയെ താഴത്താണ് കിടത്തിയേക്കണം. കുഞ്ഞാപ്പിനൊന്ന് ക്ഷീണമായതുകൊണ്ട് യാത്രയൊന്നും എൻജോയ് ചെയ്യുന്നില്ല അവൻ, നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി, അകത്തോട്ട് കിടത്തി. പുള്ളി ഉണ്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്ന് തലേന്ന് ചെറുതായിട്ട് അനക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഡോക്ടർ വന്ന് നോക്കിയപ്പം കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ വളരെ പേടിച്ച് തന്നെ ഇരുന്ന് വെച്ചത്. അപ്പോൾ സ്കാൻ ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്കാൻ ചെയ്യേണ്ടെന്ന് ഡോക്ടർ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പം പറഞ്ഞ് അവന് സ്കാൻ ചെയ്യേണ്ട അത്ര കുഴപ്പമില്ല, അപ്പം നമുക്കിത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളെന്നാണ് പറഞ്ഞേക്കണത്. അപ്പം ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷമായി, എനിക്കറിയാം. പിന്നെ വെയിനൊന്നും കിട്ടുന്നില്ലായിരുന്നു. വെള്ളമൊക്കെ കൂടിയും ആഹാരം കഴിപ്പൊക്കെ കുറവല്ലായിരുന്നു. നമുക്ക് പേടിച്ചിട്ട് ഞാൻ അധികം ഫുഡൊന്നും കൊടുക്കത്തില്ലായിരുന്നു. ഇന്നലെ വെച്ചാൽ ORS മാത്രമേ കൊടുത്തുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് അധികം കൊടുക്കാവോ എന്ന് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. ഇന്നിപ്പം ഡോക്ടർ പറഞ്ഞു തന്ന് നമുക്ക് ധാരാളം ഫുഡ് കൊടുക്കാം, കഞ്ഞിവെള്ളം കൊടുക്കണം, കരിക്കും വെള്ളം കൊടുക്കണം, പിന്നെ ORS കൊടുക്കാം, ചിക്കനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് വേവിച്ച് അരച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതൊക്കെ നമുക്കിനി തുടങ്ങണം. അപ്പം നമ്മൾ പെറ്റ്സിപ്പപ്പാണ് നിന്നും അവിടെ വെച്ച് തന്നെ മേടിച്ച് കൊടുത്ത് അത് കൊടുക്കാം. പിന്നെ ഗ്രേവി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, അതും മേടിച്ച് കൊടുക്കണം. അപ്പോൾ അതും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ വെച്ച് തന്നെ കൊടുത്തപ്പോൾ ആൾ നല്ല ഇഷ്ടത്തോടെയാണ് പുള്ളി കഴിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവൻ വേദന കൊണ്ട് പുളയുവാണ്. അവന് കിടക്കണ്ട, ഒട്ടും കിടക്കണില്ല. ഞാനും മൂർത്തിയും ഡോക്ടറും എല്ലാവരും കൂടെ ഒക്കെ പിടിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ ട്രിപ്പുമൊക്കെ ഇട്ടത്. 2-3 ഇഞ്ചക്ഷൻ എടുത്തു, 2 ട്രിപ്പ് ഇട്ടു. പിടിച്ച പുള്ളിക്ക് നല്ല ബലം. ഇവിടുന്ന് പോയ അവസ്ഥയല്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇച്ചിരി കഴിഞ്ഞപ്പം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾ ഓക്കെ. പിന്നെ ഡോക്ടർ കൊടുക്കേണ്ട മരുന്നുകളെക്കുറിച്ചൊക്കെ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞ്. അപ്പോൾ സ്കാൻ ചെയ്യേണ്ടാത്ത എന്തുകൊണ്ടാണ് എന്നും, പിന്നെ ഇവന് പ്രശ്നമെന്ന് പറഞ്ഞാൽ ബോഡിക്ക് വലിയ കുഴപ്പമില്ല. തലയുടെ എന്താ ഇടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് തലയുടെ ഞരമ്പിനെന്തോ ഇത് വന്നു. അത് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പം അത് കൊണ്ടാണ് അവൻ തല പൊക്കാൻ പാട് വന്നതും. ഇപ്പം അതിൽ നിന്ന് ഇന്നലെ മരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് മാറ്റം വന്നല്ലോ. അപ്പം ഇന്ന് മെയിൻ ഡോക്ടർ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മാഡമാണ് പറഞ്ഞത് ഇനി നമുക്ക് സ്കാനിങ് ഒഴിവാക്കി നോക്കാം, 2 ദിവസത്തേക്ക് മരുന്ന് കഴിക്കാനാണ് പറഞ്ഞത്. 2 ദിവസം, ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും കൊണ്ടുപോകണം. അപ്പോഴേക്കും 80% ഓക്കെ ആവും. നമുക്ക് ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ മരുന്ന് കൊടുക്കുന്ന ഭാഗത്ത് ആ വീഡിയോ ഒക്കെ ഞാൻ രാത്രി ഇടാം കേട്ടോ. എനിക്ക് ഇന്ന് തീരെ ടൈമില്ലാഞ്ഞുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഒത്തിരി നേരം അവിടെ ഇരിക്കേണ്ടി വന്നില്ല. ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞെല്ലാം. ഇഞ്ചക്ഷൻ ട്രിപ്പും ഒക്കെ ചെന്ന ഉടനെ തന്നെയൊക്കെ ഡോക്ടർ കൈകാര്യം ചെയ്തൊക്കെ വിട്ട് നമ്മളെ. പിന്നെ പോരാൻ നേരത്ത് നമ്മൾ വീണ്ടും കുഞ്ഞാപ്പൻ രക്ഷിച്ച് അവിടെ നമ്മൾ ഇതിൻ്റെ സിപ്പപ്പ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അത് മേടിച്ച് കൊടുത്ത് അത് പുള്ളി ഒരെണ്ണം ഫുള്ള് ഇഷ്ടത്തോടെ തന്നെ കഴിച്ച്. അതോടുകൂടി ഇപ്പം നമുക്ക് മനസ്സിലായി ഫുഡിന് കൊടുക്കാമെന്ന്. അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.